നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ചേർന്ന് മണ്ണിൻ്റെ അടിയിൽ കാല് കാണാമായിരുന്നു. നിലവിൽ കണ്ടുവരുന്ന ആ മണ്ണ് മാറ്റി റോഡ് പിന്നെ വെട്ടി മണ്ണ് ഈ ഒരു സൈഡിലേക്ക് ഇട്ടു. അതിങ്ങനെ ഇടിഞ്ഞു പോന്നു. സഞ്ചാരികൾക്ക് അല്ലെന്ന് പറഞ്ഞാൽ വഴി സർക്കാർ പണിയല്ലോ. കാരണം കൃത്യമായിട്ട് ഇത് കെട്ടി വന്നെങ്കിൽ ഇത് അനുവദിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറയരുത്. ഞങ്ങളെ പറ്റിക്കുകയല്ലാതെ സർക്കാർ പണിയുന്നില്ലല്ലോ. നമസ്കാരം. തൊടുപുഴ കുടയത്തൂർ അടൂർ മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന് കാരണം ഈ റോഡ് നിർമ്മാണത്തിന് ശേഷം ബാക്കി വെച്ചിരുന്ന മണ്ണും മറ്റും സമീപത്ത് കൂട്ടിയിട്ടിരുന്നതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ജോൺസൺ ചേട്ടൻ മറന്നോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് ഇന്നലെ എപ്പോഴാണ് നടന്നത്? നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? രാത്രി 1:30 ആയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഫോണിക്കട വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഉരുള് പൊട്ടി, എത്ര നമുക്ക് അവിടുന്ന് പൊക്കളാൻ പറഞ്ഞു. ഇവിടെയുള്ളത് തന്നെ ഈ അയൽവക്കക്കാർ വിളിച്ചു പറഞ്ഞു. എന്നോട് എൻ്റെ വീട് ഇങ്ങനെയല്ലേ, ഞാനും വിട്ട് പോക്കളാൻ പറഞ്ഞു എന്നോട്. ഞാൻ ഇവിടെ വന്ന് ഇവരുടെ കൂടെ കൂടിയെന്നുള്ളൂ മണ്ണ് മാറ്റാൻ, ആളെ നോക്കാനും. അപ്പോൾ ഈ 1:30-ക്ക് ഈ ഉരുള് പൊട്ടി ഈ വീട് പോയ കാര്യം ചേട്ടൻ അറിഞ്ഞില്ലേ? അറിഞ്ഞു. 1:30 ആയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വീട് പോയി, ഇന്നയുള്ള വീട് പോയി. അപ്പോൾ ഞങ്ങളെല്ലാം കൂട്ടും കൂടി നടക്കുന്നവരല്ലേ. അപ്പോൾ നമ്മളിവിടെ ഓടി വന്നു, അവരുടെ കൂടെ സഹായിച്ചു എടുക്കാനാണ്. അതിന് മുമ്പ് ആൾക്കാരെ എടുത്തായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് കാർന്നത്തെ കിട്ടിയില്ല. കാർന്നത്തെ ഇവിടെ കിടന്ന് കിട്ടുന്നു. സുമതി. അത് 7 മണിയായപ്പോൾ ഞാൻ കാർന്നത്തെ കിട്ടുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഇവരെല്ലാം കണ്ടിട്ടാണോ പോയത്? അല്ല, ഉറങ്ങാൻ പോകുമ്പോൾ അങ്ങനെ കാണില്ല. ഞങ്ങൾ ഈ രാത്രി മലയക്കടയല്ലേ, അങ്ങനെ സന്ധ്യ ആകുമ്പോൾ ഒന്നും ഞങ്ങൾ ഇതിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നവരല്ല. എല്ലാം വീട്ടിലേക്ക് മഴയല്ലേ. പൊട്ടി നേരെ താഴോട്ട് പോയി. വീട് മുഴുവനും താഴോട്ട് ഒലിച്ചു പോയി. വീട് മുഴുവൻ താഴോട്ട് ഒലിച്ചു പോയി. ഈ രവിയുടെ വീട് മുഴുവൻ താഴോട്ട് ഒലിച്ചു. ചേട്ടൻ്റെ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എൻ്റെ വീടിന് പ്രശ്നമൊന്നും ഇല്ല ഇപ്പം നിലവിൽ. എന്താ പറഞ്ഞു ഇപ്പം കളക്ടറും മന്ത്രിയൊക്കെ വന്നിട്ട്? കളക്ടർ മന്ത്രി വന്നിട്ട് എന്നാ പറഞ്ഞത് എനിക്കറിയത്തില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിട്ടു പോയില്ല അന്നേരം. താഴെ പോകണം ഭക്ഷണം കഴിക്കണമെങ്കിൽ. നമ്മൾ ഈ സുമതി ചേച്ചിയുടെ ബോഡി എവിടെ നിന്നാണ് കിട്ടിയത്? ഈ റോഡിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ചേർന്ന് മണ്ണിൻ്റെ അടിയിൽ കാല് കാണാമായിരുന്നു. ബാക്കി മണ്ണിൻ്റെ അടിയിൽ. ഇതെന്താ ഈ ഉരുൾ പൊട്ടാനുള്ള കാരണമായിട്ട് നമ്മൾ മനസ്സിലായിട്ട്? ഇപ്പം അങ്ങനെ എന്തെങ്കിലും പറയണം. അതേപ്പറ്റി പറയണ എനിക്കറിയത്തില്ലല്ലോ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഇതിപ്പം നിലവിൽ കണ്ടുവരുന്ന ആ മണ്ണ് മാറ്റി റോഡ് പിന്നെ വെട്ടി മണ്ണ് ഈ ഒരു സൈഡിലേക്ക് ഇട്ടു. അതിങ്ങനെ ഇടിഞ്ഞു പോന്നു. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നു കേട്ടോ. എവിടം വരെയുള്ള റോഡായിരുന്നു ഇത്? മേലുകാവ് പോണ റോഡല്ലേ. ആ മണ്ണ് മാറ്റിയിട്ടതാണ് ഇത്രയും വലിയൊരു അപകടമായത്. ആ റോഡ് വെട്ടി കല്ലും മണ്ണും എല്ലാം കൂടെ ഈ സൈഡിലേക്ക് വെട്ടിയിട്ടു. അത് ഒലിച്ചു പോന്നു. 2 വർഷമായിട്ട് അത് മാറ്റിയില്ല. അല്ല, 2 വർഷം 1 വയസ്സിലെ റോഡ് പോവല്ലേ. ഇത് മണ്ണിട്ട റോഡല്ലേ. ഇവിടുന്ന് അങ്ങ് ഇടിഞ്ഞു പോയി. അതേ ഉള്ളൂ. സൈഡ് വാള് കെട്ടിയിട്ടില്ല. സൈഡില്ല, കെട്ടില്ല. ഇപ്പോൾ ഈ വെള്ളം മേളിൽ നിന്ന് എവിടുന്നാ വരുന്നത്? ഇതാ ഉരുള് പൊട്ടിയർത്തുന്ന. അവിടെ നിന്ന് തന്നെ വരുന്നത്. ഇവിടെ മൊത്തം എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു? ഇവിടെ നമ്മുടെ ഇലക്ഷൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ 900 അടുത്തുണ്ട്. ഉണ്ട്. റോഡുകളൊന്നും അത്ര വലിയൊരു സഞ്ചാരയോഗ്യമല്ലല്ലേ? സഞ്ചാരയോഗ്യം അല്ലെന്ന് പറഞ്ഞാൽ വഴി സർക്കാർ പണിയല്ലോ. കാരണം അത് കൃത്യമായിട്ട് പണിഞ്ഞ് സൈഡ് വാള് കെട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കില്ല. കൃത്യമായിട്ട് ഇത് കെട്ടി വന്നെങ്കിൽ ഇത് അനുവദിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറയരുത്. ഞങ്ങളെ പറ്റിക്കുകയല്ലാതെ സർക്കാർ പണിയുന്നില്ലല്ലോ. നിങ്ങളും കയറി പോന്നപ്പോൾ കണ്ടതല്ലേ നാലുകാരും. എത്ര നാളായിട്ട് ഇത് ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്? വർഷങ്ങളായിട്ട് ഇങ്ങനെ പറയുമല്ലേ. എല്ലാ ഇലക്ഷനും പറയും ഞങ്ങളോട് ഈ റോഡ് ശരിയാക്കി തരാമെന്ന്. അളന്നും പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷന് അളന്നും പോയതാ. റോഡ് എല്ലാം അളന്നു പോയി. ഇവിടെ മുകളിലേക്ക് വല്ലാത്തൊരു സംഭവമായില്ലേ? വല്ലാത്തൊരു സംഭവം. ഞങ്ങളെല്ലാം കൂട്ടുകൂടി നടക്കുന്നവരാണല്ലോ. അതിൻ്റെ അപ്പത്തോട് ഇവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞു? അല്ല, എന്നോട് ഞാൻ താമസിക്കാൻ പറഞ്ഞില്ല. പിന്നെ എൻ്റെ പിള്ളേരൊക്കെ വിളിക്കുന്നവരെ ഞാൻ അവിടെ പോകുന്നു മാത്രമേ ഉള്ളൂ.
ചേട്ടൻ്റെ ഇനിയത്തെ ഒരു ആവശ്യം എന്താ നിങ്ങളുടെ ഇവിടുത്തെ ഒരു ഇവിടുത്തെ ആവശ്യം തന്നെ ഈ മല കിടക്കുന്നവനൊക്കെ താഴെങ്കിലും 10 സെൻറ്റ് സ്ഥലവും കൊടുത്ത് വീട് കൊടുക്കണമെന്നാണ് ഞാൻ പറയണത്. നിങ്ങളെല്ലാം മാറി താമസിക്കാൻ തയ്യാറാണ്. താമസിക്കാൻ തയ്യാറാ. എത്ര സെൻറ്റോളം സ്ഥലങ്ങളുണ്ട് എല്ലാവർക്കും? അത് പറയണോ? എത്ര നാളായി ഇവിടെ താമസമുണ്ട്? അടൂർ മലയിലെ ഈ റോഡിന് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണാണ് ഇത്തരത്തിൽ ഈ വെള്ളം ഇവിടെ ശേഖരിച്ച് നിന്ന് ഇവിടേക്ക് താഴേക്ക് ഉരുൾപൊട്ടാൻ കാരണമെന്നാണ് ഈ സമീപവാസി പറയുന്നത്. അതെന്തായാലും ഈ ജില്ലാ ഭരണകൂടം പരിശോധിക്കണം എന്താണ് സംഭവിച്ചതെന്ന്. ഈ മണ്ണ് ഇവിടെ നിന്നും മാറ്റാൻ പലവട്ടം പറഞ്ഞിട്ട് മാറ്റിയില്ല. റോഡ് നിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടാവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ആ മുകൾ ഭാഗത്ത് അവിടെ സൈഡ് വാൾ കെട്ടിയിട്ടില്ലായിരുന്നു. ആ സൈഡ് വാൾ കൂടി കെട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ജോൺസൺ ചേട്ടൻ വ്യക്തമാക്കിയത്. തൊടുപുഴയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.